വിജയിച്ച പല വ്യക്തികളെയും നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ ചില പരാജയങ്ങളാണ്. ആരും ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ വിജയിച്ചു പോകുന്നില്ല. അവർക്ക് പല തരത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീഡിയ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവരുടെ വിജയം മാത്രമേ കാണിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അവരുടെ പരാജയങ്ങൾ നമ്മളൊന്ന് തിരഞ്ഞു പിടിക്കണം. ഈ പരാജയങ്ങളെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ എന്താ ഗുണമെന്നറിയോ? ഇതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ആ പരാജയങ്ങൾ നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. അതാണ് നമ്മളെ ശരിക്കും ഇൻസ്പിറേഷനാക്കുന്നത്. നമുക്കൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ബ്രാൻഡാണ് ആപ്പിൾ. അതിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ CEO നമുക്കൊക്കെ അറിയാം, സ്റ്റീവ് ജോബ്സ്. അദ്ദേഹം വിജയിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ കഥയുണ്ട്. 1985 അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനിയിൽ നിന്ന്, ഫൗണ്ടറാണ്, CEO ആണ്, അദ്ദേഹത്തെ മറ്റുള്ളവർ പുറത്താക്കി. നമ്മൾ പറയല്ലേ, പെറ്റ തൊള്ളയ്ക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയല്ലേ, അതുപോലെ അവരുടെ ടീം അംഗങ്ങൾക്ക് തന്നെ അദ്ദേഹത്തെ സഹിക്കാൻ പറ്റിയില്ല, പുറത്താക്കി. ഫെയിലായിരുന്നു. അതാണ് കാരണം. ഒന്ന്, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ പലതും ഫെയിലായിരുന്നു. രണ്ട്, അദ്ദേഹത്തെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മൈക്രോ മാനേജ്മെൻറ്റ്, പെർഫെക്ഷനിസം, ആൾക്കാരോടുള്ള പെരുമാറ്റങ്ങൾ, ഇതൊന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അതുകൊണ്ട് തന്നെ ആപ്പിൾ സെയിലിലും അതുപോലെ അതിൻ്റെ മാർക്കറ്റിങ്ങിലും എല്ലാം ഫെയിലായി. ഇങ്ങനെ ഫെയിലായ ഒരു സ്റ്റീവ് ജോബിൻ്റെ കഥയുണ്ട്. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു കമ്പനി തുടങ്ങി കേട്ടോ. അതിന് നെക്സ്റ്റ് എന്ന പേര്. ആ കമ്പനി ഒരു 10 വർഷം അദ്ദേഹം കൊണ്ടു നടന്നു. ആ കമ്പനിയും ഫെയിലായി. പക്ഷേ ആ കമ്പനിയിൽ അദ്ദേഹം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന പേരുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. അത് ആപ്പിളിന് ഇഷ്ടപ്പെട്ടു. ഏത്? അദ്ദേഹത്തെ പുറത്താക്കിയ ആ പഴയ കമ്പനിക്കാർക്ക്. അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെക്സ്റ്റ് സ്റ്റെപ്പിനെയും അദ്ദേഹത്തെയും കൂടെ വീണ്ടും ആപ്പിൾ ഏറ്റെടുക്കുകയാണ്. എവിടുന്ന്? പുറത്താക്കിയ കമ്പനി തന്നെ വീണ്ടും പരാജയപ്പെട്ട കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിനെ ഏറ്റെടുക്കുകയാണ്. വീണ്ടും അദ്ദേഹം ആപ്പിളിൻ്റെ CEO ആയി. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നീട് Mac OS ആയിട്ട് മാറുകയാണ്. നോക്കിക്കേ, ആ പരാജയത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. പിന്നീട് CEO ആയ സ്റ്റീവ് ഒരു ഡിഫറൻ്റ് ആയൊരു ആളായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി എവിടേക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയിലും അദ്ദേഹത്തിൻ്റെ രീതികളിലും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്കിൽസിലും എല്ലാം കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ കാണാൻ പറ്റുന്നത് സക്സസ്ഫുള്ളായ ഒരു സ്റ്റീവ് ജോബിനെയാണ്. നമ്മുടെയൊക്കെ മുന്നിൽ വളരെ സക്സസ്ഫുള്ളായ ഒരു സിനിമ നടിയാണ് ദീപിക പദുക്കോൺ. എത്ര മനോഹരമായിട്ടാണല്ലേ ദീപിക സിനിമകളിൽ അഭിനയിക്കുന്നത്. ഈ ദീപികയുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട അനുഭവമുണ്ട്. 2015 ഒരു TV അഭിമുഖത്തിൽ ദീപിക തുറന്നു പറഞ്ഞു, ഞാൻ ഡിപ്രഷനിലാണ്, ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്, അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഡിപ്രഷൻ? ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിലുണ്ടാകുന്ന ഒരു തകർച്ചയാണ്. നമുക്ക് ഫെയിലറായിട്ട് കണക്കാക്കാവുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ. അത് ജീവിതത്തെ ബാധിക്കും, കരിയറിനെ ബാധിക്കും. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയോ? കരിയർ നിർത്തിയിട്ടുണ്ട് ഡിപ്രഷൻ കാരണം. ഈ ഒരു അവസ്ഥയെ ദീപിക എങ്ങനെയാണ് അതിജീവിച്ചത്? അതിനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ദീപിക സാധിച്ചില്ല. അതിലും ദീപിക ഫെയിലായി. ദീപികയുടെ അമ്മയ്ക്കാണ് മനസ്സിലായത് ദീപികയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇച്ചിരി ഡിപ്രഷനിലാണ്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണമെന്ന് ദീപികനെ നിർബന്ധിച്ചത് ദീപികയുടെ അമ്മയാണ്. പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു. ദീപിക അതിനെ അതിജീവിച്ചു. ആ പരാജയത്തിൽ നിന്നും ഉയർത്തെണീറ്റു. എന്നിട്ട് എന്താ ഉണ്ടായേ? ഒരു 8ഓളം സിനിമകളിൽ പിന്നീട് അഭിനയിച്ചു. അതെല്ലാം സക്സസ്ഫുള്ളായിരുന്നു. ഈ ദീപിക ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി, ലീവ് ലവ് ലാഫ് എന്നതിൻ്റെ പേര്. എന്തിനാണെന്നറിയോ? ഡിപ്രഷനിൽപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇന്നിപ്പം ദീപിക ഒരു ബ്രാൻഡ് അംബാസിഡറാണ്. ഡിപ്രഷന് എതിരെയുള്ള പോരാട്ടത്തിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അതാണ് വിജയം. പരാജയത്തിൽ നിന്നും എങ്ങനെയാണ് ദീപിക അതിനെ നേരിട്ട് വളരെ വീണ്ടും സക്സസ്ഫുള്ളായ വളരെ സ്ട്രോങ് ആയൊരു വ്യക്തിയായി മാറിയെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കിത് ശരിക്കും ഒരു പാഠമല്ലേ? അതുപോലെ സച്ചിൻ്റെ ജീവിതത്തിലുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിക്കറ്റിൻ്റെ ദൈവം എന്നാണ് സച്ചിൻ അറിയപ്പെടുന്നത്. പക്ഷേ പരാജയം ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റിൽ നന്നായി ശോഭിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാക്കി മാറ്റി. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരിക്കാൻ വേണ്ടി അദ്ദേഹം സാധിച്ചില്ല. പരാജയമായിരുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഒരു നാണക്കേടുണ്ടാക്കുന്ന, ഒരു പക്ഷേ കരിയറിൽ തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം മറ്റ് ക്യാപ്റ്റന്മാരുടെ അണ്ടറിൽ അദ്ദേഹം സാധാരണ പ്ലെയറായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതിനെ അദ്ദേഹം ഒരു നാണക്കേടായിട്ട് കണ്ടില്ല. ആ പരാജയത്തെ അദ്ദേഹം ഏറ്റെടുത്തു. സച്ചിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ വേൾഡ് കപ്പിന് വേണ്ടി പലതവണ പരിശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ഇന്ത്യ വിജയിച്ചു. അതൊരു വലിയ വിജയമായിരുന്നു, ഓർത്തിരിക്കുന്ന ചരിത്ര വിജയം. എങ്ങനെയാണ് സച്ചിൻ തൻ്റെ പരാജയങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചത്? എന്തായിരിക്കും സച്ചിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ഒരു മൈൻഡ് സെറ്റ്? എന്ത് തരം സ്കിൽസായിരിക്കും സച്ചിൻ അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകുക? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊരു വലിയൊരു പാഠമായിരിക്കും അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് സുനിത വില്യംസ്. 8 ദിവസത്തേക്ക് കണക്ക് കൂട്ടി ബഹിരാകാശത്തേക്ക് പോയി. എന്തായി? 9 മാസം കണക്ക് കൂട്ടലുകൾ എല്ലാം പരാജയപ്പെട്ടു. തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യങ്ങളും പരാജയപ്പെട്ടു. എന്നിട്ടോ 9 മാസം അവിടെ നിന്നു. എല്ലാം താളം പഴിച്ചു പോയി അല്ലേ?
നമുക്ക് പറ്റുമോ അങ്ങനെ 9 മാസം വരുമോ ഇല്ലയോ എന്നറിയാതെ ഫുൾ അനിശ്ചിതത്വം, കണക്കൂട്ടിലെല്ലാം പഴിച്ചു? എന്തായിരിക്കും ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ജീവിതം തന്നെ ചിലപ്പം ഇല്ലാതായി പോകാം. ബഹിരാകാശത്തല്ലേ, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എങ്ങനെയായിരിക്കും സുനിത അവിടെ പിടിച്ചു നിന്നത്? പരാജയമാണ്, സിസ്റ്റം പരാജയപ്പെട്ടു, കണക്കുകൂട്ടലുകൾ പരാജയപ്പെട്ടു. പക്ഷെ എങ്ങനെയായിരിക്കും സുനിത തിരിച്ചു വന്ന് വിജയിച്ചിട്ടുണ്ടാകുക? എന്തായിരിക്കും ആ ഒരു മനോഭാവം? എങ്ങനെയായിരിക്കും അവിടെ നിലനിന്നത്? തീർച്ചയായിട്ടും ഇത് നമുക്കൊരു പാഠമല്ലേ. ഈ പരാജയം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനിശ്ചിതത്വവും അതുപോലെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴയ്ക്കുമ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും. ചില മൈൻഡ് സെറ്റുകൾ കിട്ടും, ആറ്റിറ്റ്യൂഡ് കിട്ടും, കുറേ സ്ട്രാറ്റജികൾ കിട്ടും. അതിനാണ് കാര്യം. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയത്തെയാണോ വിജയത്തെയാണോ കൂടുതൽ അടുത്ത് പരിശോധിക്കേണ്ടത്, പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പരാജയത്തെയാണ്. ആ പരാജയം നമുക്ക് തരുന്ന പാഠങ്ങളുണ്ട്. അതാണ് നമ്മളെന്നല്ല ഈ മാനവരാശിയെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പരാജയത്തെ പഠിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു അസുഖത്തിൽ നിന്നാണ് അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ പല ടെക്നോളജികളുടെയും പരാജയത്തിൽ നിന്നാണ് വീണ്ടും അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എല്ലാ വിജയികളുടെയും ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. എല്ലാത്തിലും സമ്പൂർണ്ണ വിജയമായിരിക്കുന്ന ആരും ഈ ഭൂമിയിലില്ല. അതൊക്കെ വെറും ആശയങ്ങൾ മാത്രമാണ്. പരാജയങ്ങളും വിജയങ്ങളും കൂടിച്ചേർന്നതാണ് ജീവിതം. ആ പരാജയത്തെ നമ്മൾ പഠിച്ച് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് വിജയത്തിലേക്ക് എത്തുന്നത്. സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ, ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക, ഫെയിലാവും, ലേൺ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, ഫെയിലാവും, വീണ്ടും ലേൺ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, സക്സസ് ആവും. ഇങ്ങനെ ട്രയൽ എറർ മെത്തേഡ്. ഇതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ലോകത്തിൽ വിജയികളായി തോന്നുന്ന എല്ലാവരെയും നമ്മളൊരു പഠന വിഷയമാക്കണം. എന്തിനാ പഠിക്കണ്ടേ? അവരുടെ പരാജയങ്ങളെ. അത് നമുക്ക് നല്ലൊരു പാഠമായിരിക്കും.